ഹായ് ഫ്രണ്ട്സ് ടൂരിട്ട് പോവാം. അങ്ങനെ ഹീറോയിൻ റൂമിലേക്ക് വന്നു. ലോക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഹീറോയിൻ ലോക്ക് ചെയ്ത് എല്ലാവരും ഹീറോയിനെ കുറുകുറു നോക്കായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു. 7 പേര് ശരി ഡ്രസ് ചേഞ്ച് ചെയ്യും എന്ന് ഹീറോയിനോട് പറഞ്ഞിരുന്നു. ശരി പോകുമെന്ന് പറയായിരുന്നു ഹീറോയിൻ. അപ്പോൾ ഈ ജോത്സ്യനെ വെച്ച് എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ഹീറോയിൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഹീറോയിൻ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്നായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ അടുത്ത് ഒരാൾ വന്നായിരുന്നു. ഇന്നായിരുന്നു ഈ നോക്കോ ജിന്നായിരുന്നു. അത് എന്ത് പറ്റിയത് കേൾക്കായിരുന്നു ഹീറോയിനോട്. ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കുന്നത്. അതെ, അറിയപ്പോഴും ഹീറോയിനോട് ഇംഗ്ലീഷിലാണ് അവരോടെല്ലാം സംസാരിച്ചത്. മാല നടന്നവർ പറഞ്ഞു ശരി ഓക്കെ. മാല ലോക്ക് എടുത്ത് പിന്നെ കാലെടുക്ക് എടുത്ത് പിന്നെ ഹീറോയിൻ്റെ അവളുടെ കാലുണ്ട് അത് വെച്ച് ഡ്രസ്സ് ചേഞ്ച് ആക്കി വരാം വെളിയിൽ പോകുമ്പോൾ പറയായിരുന്നു. ശരി ഓക്കെ അവർ വെളിയിൽ പോയായിരുന്നു. ജിന്നയുടെ കേൾക്കായിരുന്നു ചങ്കുക്ക്. എന്ത് പറ്റി? ഒന്നുമില്ലടാ എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് വന്നായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് ചൂതലിട്ടിട്ടായിരുന്നു ഹീറോയി വന്നത്. വെളിയിൽ വന്നായിരുന്നു ഷാളിട്ടിട്ട്. ശരി ഞങ്ങൾ പോന്നു എന്ന് പറഞ്ഞ് അവർ റൂമിൽ പോയി ജിന്ന് വെച്ച് പോയി ഡ്രസ്സ് ചേഞ്ച് ആക്കി. പിന്നെ ഓരോ നാളും ഓരോന്ന് ഡ്രസ്സ് ചേഞ്ച് ആക്കി. ഹീറോയിനെ ഒരു കുറുകുറു നോക്കായിരുന്നു. ഹീറോയ്ക്ക് പേടിയാൻ തുടങ്ങി. എന്താ ചെയ്തെന്നിരുന്നു. ശരി അത് എന്താ ചെയ്യാമെന്ന് പറയായിരുന്നു. അപ്പം ബാക്കി മനസ്സ് പറയാൻ തുടങ്ങി. അങ്ങനെ അവർ പ്ലാൻ സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു ഹീറോയിൻ. ശരി ഞങ്ങൾ കുറച്ച് സംസാരിച്ചു പ്ലാൻ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞു ഹീറോയിൻ. ഹീറോയ്ക്ക് പേടിയായിരുന്നു. എല്ലാവരും എന്തോ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ജിന്നിയോട് പറയുന്നു. ജിന്നു ഫസ്റ്റ് നീയാണോ അവിടെ വലുത്, നീ പോടാ എന്ന് പറയായിരുന്നു. ഇത് കേട്ടോ ജിന്നുക്ക് ഷാക്ക്. എന്താടാ ഫസ്റ്റ് എന്നെ അയക്കുക? ഇല്ലടാ ഫസ്റ്റ് നീ പോ എന്ന് ജിന്നിയോട് പറയായിരുന്നു. ശരിടാ എന്ന് പറയുന്നു. അവർ ഓൾറെഡി ശരി പറഞ്ഞിട്ട് ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. അവർക്കൊരു മാതിരിയായിരുന്നു. ശരി ഇങ്ങനായിട്ട് പിന്നെ ഒരു റൂമുണ്ടായിരുന്നു. അതേ റൂമാണ് മറ്റേ സൗണ്ട് പ്രൂഫ് റൂം. പിന്നെ ഒരു സൗണ്ട് പ്രൂഫ് ഉണ്ട്. 2 ബെഡ്റൂം കൊണ്ട് മതി. ഞാൻ ആ പ്ലേസിൽ പോയിരുന്നു. സൗണ്ട് കേൾക്കാതെ മാറി അവർ റൂമിൽ പോയായിരുന്നു. ഓരോ നാൾ അതെ അങ്ങനെയായിട്ട് പറഞ്ഞാൽ ആ റൂമിൽ പോയായിരുന്നു. അതെ വലിയ റൂമായിരുന്നു. ആ ഗുരുജി പറഞ്ഞു നിങ്ങൾ ഓരോ നാൾ ഒരു റൂമിലിരുന്നു. അതിൽ മാജിക് റൂം. ആ മാജിക് റൂം ഗുരുജി പറഞ്ഞു ആ മാജിക് ലോക്കറ്റ് വെച്ചത് റൂം. ആ റൂമിൽ അവർ ഓടിയിരുന്നായിരുന്നു. ശരി ഓക്കെ അവർ വരട്ടായിരുന്നു. സൗണ്ടൊന്നും കേൾക്കില്ല. അങ്ങനെയായിട്ട് ഹീറോയെ കൂടെ ജിന്നെടുത്ത് വന്ന് സംസാരിക്കുന്നു. അത് എന്ന് പറഞ്ഞ ഹീറോയി പറയായിരുന്നു. ശരി ഓക്കെ കുറച്ച് സംസാരിച്ച് അവർക്കാണ് കേട്ടതൊക്കെ ആയിരുന്നു. എന്നിട്ട് ഫസ്റ്റ് ജിന്ന് പറയുന്നു ഓക്കെ ആണോ എന്ന് പറഞ്ഞ് ഓക്കെ എന്ന് കുറച്ച് തയങ്ങിയിട്ട് ഹീറോയി പറയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പാവ ഹീറോയി അക്സെപ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ പറഞ്ഞു. അങ്ങനെയായിട്ട് അങ്ങനെ അവർക്ക് ലാസ്റ്റായിട്ടായി. അങ്ങനെയായിട്ട് ജിൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് 2 പേർക്കൊക്കെ അറിയണ്ടായിരുന്നു. അപ്പോൾ ജിൻ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് അങ്ങനെയായിട്ട് ആ റൂമൊക്കെ വന്നായിരുന്നു. ജിന്ന് ഒരു ടയർഡായിരുന്നു ജിന്ന്. അതെ ഫുഡെല്ലാം റൂമിലേക്ക് വരും. അങ്ങനെ വെളിയിൽ വരാൻ പാടില്ല എന്ന് ഗുരുജി പറഞ്ഞായിരുന്നു. ശരി ഓക്കെ ആയിരുന്നു. ഫുഡ് നേരെ വരും. അത് മാത്രമല്ല നിങ്ങൾ ചിക്കൻ അത് മീറ്റ് ഒന്നും കഴിക്കാൻ നിങ്ങൾ തന്നത് തന്നെ കഴിക്കണമെന്ന് ഗുരുജി പറഞ്ഞു. അങ്ങനെ ജിന്ന് പോയായിരുന്നു. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഷുഗർ നോക്കുമായിരുന്നു. ഷുഗറൊക്കെ ആയിരുന്നു. എന്താടാ എൻ്റെ എല്ലാവരും നോക്കൂല നീ പോടാന്ന് പറയായിരുന്നു. ഷുഗർക്ക് പോടാന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്നത് ഷുഗർ കുറച്ച് തേങ്ങിയിട്ട് വന്നത് ഹീറോയിൻ കുളിച്ച് ഫ്രഷായിട്ട് വെളിയിൽ വന്നത് രാവിലെ ആയിരുന്നു. അതുകൊണ്ട് രാവിലെ ആയിരുന്നു ഷുഗർ വന്നിരുന്നു. ഹീറോയിൻ കുറച്ച് ടയർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് എന്ന് പറഞ്ഞ് ഷുഗർ വന്നായിരുന്നു. അങ്ങനെ അവർക്കും കുറച്ച് ഇതായിരുന്നു. പിന്നെ കുറച്ച് അവർ ഗുരുജി വന്ന് വിളിക്കുമായിരുന്നു. എന്താ ഓക്കെ 2 പേരും ഒന്നുമല്ല. അതെ ശരി ഓക്കെ ഇന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഇന്ന് കുറച്ച് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറയായിരുന്നു. അതെന്താ എന്ന് പറഞ്ഞ് കേൾക്കായിരുന്നു. ഇല്ലപ്പാ എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ അപ്പോൾ ബാക്കി ആൻസറോട് പറയായിരുന്നു. അപ്പോൾ 2 പേര് വെളിയിലായിരുന്നു. ഗുരുജിൻ്റെ ഇവിടെ ഇരുന്നായിരുന്നു 2 വർഷം ജിന്ന്. ഇപ്പോൾ ജേഹബിനെ നോക്കായിരുന്നു. ജേഹബ് എന്തായി എന്നെ നോക്കുക ജേഹബ് ആരാം നിങ്ങൾ 2 പോയിക്കോ എന്ന് പറയുന്നു. ശരി ഓക്കെ ആയിരുന്നു. അത് ജേഹബ് വന്നു. ജേഹബ് കൂടെ ഇരുന്നു. പിന്നെ ആറാം കൂടെ ഇരുന്നായിരുന്നു. അങ്ങനെ കൂടെ ഇരുന്നായിരുന്നു. ശരി ഓക്കെ എന്നാൽ അവരുടെ കൂടെ ഇരുന്നു. ആയിട്ട് തന്നെ അവരുടെ കൂടെ ആയിരുന്നു. ഒരു 2 പേരെ കൂടെ ഇരുന്നായിരുന്നു ഹീറോയിൻ. ഒരു ഉത്തരവൊന്നും ഇല്ലായിരുന്നു. ശരി ഓക്കെ എന്നാൽ അങ്ങനെ 2 പേര് കൂടെ ഇരുന്നായിരുന്നു. അപ്പോൾ ജി പറഞ്ഞായിരുന്നു അവരും കുറിച്ച് വർഷമായിട്ട് നൈറ്റാകുമ്പോൾ ജിമ്മിന് വന്നു. ജിമ്മിൻ കൂടെ ഹീറോയിൻ സ്റ്റാർട്ട് ചെയ്തു. ജിമ്മിൻ കൂടെ സ്റ്റാർട്ട് അങ്ങനെ അവർക്കും എല്ലാം നടന്നായിരുന്നു. ജിമ്മിന് വെളിയിൽ അങ്ങനെ കുളിച്ച് ആ റൂമിലുണ്ടായിരുന്നു. പിന്നെ റൂമിൽ പോയായിരുന്നു. അങ്ങനെയായിട്ടും ശരി ഓക്കെ പറഞ്ഞാൽ അങ്ങനെയായിട്ട് വി വന്നായിരുന്നു. വി വന്നു. വി കൂടെ ഹീറോയിൻ ഡാൻസ് ചെയ്തു.
അങ്ങനെയായിട്ട് എല്ലാവരും വെളിയിലിരുന്നായിരുന്നു. അങ്ങനെയായിട്ട് നൈറ്റ് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞായിരുന്നു. ലാസ്റ്റ് നീ പോപ്പാന്ന് പറയായിരുന്നു ജാങ്കക്കരോട്. എനിക്ക് എന്നിട്ടാ ഇന്ന് അവൾക്ക് കുറച്ച് റെസ്റ്റ് വേണം എന്ന് പറയുന്നത്. അങ്ങനെ ഹീറോയെ കുറിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് ഹീറോയിൻ പോകുമ്പോൾ ഒരിട പറഞ്ഞായിരുന്നു ജാങ്കോക്ക് ഹീറോയിൻ റൂമിൽ കാണും. ശരി എല്ലാവരോടും ഗുരുജി പറയുന്നു. ശരി ഓക്കെ ഇപ്പം ഇപ്പം ഗുരുജി പറയാൻ തുടങ്ങിയായിരുന്നു. അതൊക്കെ എല്ലാവർക്കും നിങ്ങളുടെ വൈഫുമാരെ ഇൻട്രസ്റ്റ് ഉള്ളത് എന്നെ കുറിച്ചിട്ട് പറഞ്ഞാണ്. അവർക്ക് ഏറ്റവും ഷോക്കർ വൈഫുമാല. അതെ, അത് മാത്രമല്ല വൈഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല നിങ്ങൾ മാത്രം അതൊക്കെ ഭയങ്കര നിങ്ങൾ പ്രശ്നം കൂടുതൽ നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന്. അപ്പോഴൊന്നും മാജിക് ഒന്നും യൂസ് ആവില്ല. നിങ്ങൾ വൈഫ് കൂടെ ക്ലോസ് ആയിരുന്നാൽ മാത്രം നിങ്ങൾക്കൊരു പവർ വരും എന്ന് പറയുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പോയ ചങ്കു അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുമാതിരി ആവില്ലേ എന്ന് പറയുന്നു. കേട്ടായിരുന്നു. അതെ നമുക്കൊരു ഫീൽസ് വരുന്നു. ശരി അത് നിങ്ങൾക്ക് പവറാണ്. ഇത് എല്ലാവരും ഷോക്കായിരുന്നു. എന്താ ഞങ്ങൾക്ക് പവറാ? അതെ നിങ്ങൾക്കൊരു പവറുണ്ട്, അത് നിങ്ങൾക്കറിയില്ല. അങ്ങനെ ഹീറോയിൻ കൂടെ ക്ലോസ് ജങ്കു കുറച്ച് തങ്ങി വന്നിരുന്നു. ഹീറോയിൻ നോക്കി ഇവനെ ടെറർ വോയിസ് മതിയുണ്ട്. അപ്പോൾ ജങ്കുക്ക് ഹീറോയിൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ഇത് പ്രൊപ്പോസ് ചെയ്ത് എല്ലാവരും ഹീറോയിൻ കളിക്കുന്നുള്ളൂ. ഓരോ നാളും എന്ത് പറഞ്ഞു ജങ്കുക്ക് വന്നു പ്രൊപ്പോസ്. 3 പേരാണ് വിയും ജിമിൻ ജങ്കു 3 പേരാണ് പ്രൊപ്പോസ് ചെയ്തത്. ബാക്കിയവർ അവർക്ക് എന്ത് ശരിയല്ല, അവർക്കെല്ലാം ഷൈ ആണ്. അതുകൊണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയിൻ കൂടെ ഇരുന്ന് ജിന്നും പ്രൊപ്പോസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വൈഫാണ് മാത്രമല്ല എന്ന് പറഞ്ഞായിരുന്നു. വീട്ടിൽ എല്ലാവരും പറഞ്ഞായിരുന്നു. ഹീറോയിൻ ശരി ഓക്കെ എന്ന് അവരെ കൂടെ ഇവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നൈറ്റ് ഒരു എല്ലാം കഴിഞ്ഞായിരുന്നു. അങ്ങനെ രാവിലെ ആയിട്ട് പിന്നെ നൈറ്റ് എല്ലാം വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പറയായിരുന്നു. അതുകൊണ്ട് ഗുരുജി എല്ലാവരോടും പറയായിരുന്നു. അങ്ങനെ ഗുരുജി പറയാൻ തുടങ്ങി. ഓക്കെ നിങ്ങൾക്ക് ഏത് ഫ്ലാഷ് ബാക്ക്, ഞാൻ ആ കാർഡിൻ്റെ ഫ്ലാഷ് ബാക്ക് പറയാൻ പോവാം. ആ കാർഡ് ഒരു ദുഷ്ടനായിരുന്നു, ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ ദുഷ്ട രാജാവ് അതിലൊരു മന്ത്രം ചെയ്യുന്നായിരുന്നു. അയാൾക്കൊരു മകളുണ്ടായിരുന്നു. പേര് അശ്വതി എന്ന് പറയുന്നു. എന്തൊരു വലിയൊരു ഒരു മന്ത്രവാദി മതി ചെയ്യുന്നത്. അവൾക്ക് എല്ലാ രാജാവ് കൂടെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഏറ്റവും സുന്ദരനായ ചെക്കനെ ഞാൻ